വേഗം വരുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നമ്മളായിരുന്നിടത്തെല്ലാം കർത്താവ് പരിപാലിച്ചു, ജയത്തോടെ നടത്തി. ഞാനിന്ന് പറയാൻ പോകുന്ന മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്നാണ്. 18-ാം അധ്യായത്തെ ആസ്പദമാക്കിയാണ് പറയാൻ പോകുന്നത്. ആകെ 28 അധ്യായമാണുള്ളത്. ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു. ആരടുക്കൽ വന്ന യേശുവിൻ്റെ ശിഷ്യന്മാർ, ഒരു ശിഷ്യനല്ല, ശിഷ്യന്മാർ. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാർ. അപ്പോൾ അവർ ചോദിക്കുക, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാർ എന്ന് ചോദിച്ചു. യേശുവിനോട് എപ്പോഴും ചോദ്യം ചോദിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. യേശു അവരെ ശാസിക്കുകയും യേശു അവരെ സ്നേഹിക്കുകയും യേശു അവരെ നേരായ രീതിയിൽ നടത്തുകയും ചെയ്തു. ഈ ശിഷ്യന്മാർ എന്ന് ചോദിച്ചു. അവൻ ഒരു ശിശുവിനെ അടുക്ക വിളിച്ചു. യേശു എന്ത് ചെയ്തു? ശിശുവിനെ അടുക്ക വിളിച്ചു. നമുക്ക് ശിശുക്കളോടൊക്കെ പ്രത്യേക ഒരു സ്നേഹമുണ്ടല്ലേ? കുഞ്ഞുങ്ങളോട് അവർ നിഷ്കളങ്കര, അവരെ നമ്മൾ സ്നേഹിക്കണം, അവരെ നമ്മൾ കരുതണം. കുഞ്ഞുങ്ങളാണ്, ആ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്, കൊച്ചുമക്കളാണ്. അവൻ ഒരു ശിശുവിനെ അടുക്ക വിളിച്ചു, അവരുടെ നടുവിൽ നിർത്തി, ശിഷ്യന്മാരുടെ നടുവിൽ നിർത്തിയേച്ച് പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞിട്ട് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നുണ്ടോ എന്ന് പറഞ്ഞു. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു. ഈ താഴ്മയും വിനയവും ഒക്കെ മനുഷ്യന് തരുന്നത് ആരാണ്? ദൈവമാണ്. ഉണ്ടോ? എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തിന് ആരെങ്കിലും ഒരു ഇടർച്ച വരുത്തിയാലോ അവൻ്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കിട്ടി അവനെ സമുദ്രത്തിൻ്റെ താഴ്ത്തി കളയുന്നത് അവന് നന്ന്. ഇടർച്ച ഹേതുമായി ലോകത്തിന് അയ്യോ കഷ്ടം. ഇടർച്ച വരുന്നത് ആവശ്യം തന്നെ, എങ്കിൽ ഇടർച്ച വരുത്തുന്ന മനുഷ്യന് അയ്യോ കഷ്ടം. നിന്റെ കൈയോ കാലോ നിനക്കിടർച്ചയായാൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. 2 കൈയും 2 കാലുമുള്ളവനെ നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ അംഗഹീനനായിട്ടോ മുടന്തനായിട്ടോ ജീവനിൽ കടക്കുന്നത് നിനക്ക് നന്ന്. നിന്റെ കണ്ണ് നിനക്കിടർച്ചയാക്കിയാൽ അതിനെ ചൂഴ്ന്നെറിഞ്ഞു കളയുക. 2 കണ്ണുള്ളവനായി അഗ്നിനരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റ കണ്ണനായി ജീവനിൽ കടക്കുന്നത് നിനക്ക് നന്ന്. ഈ ചെറിയവരിൽ ഒരുത്തിനെ തുച്ഛീകരിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു. അതായത് സ്വർഗരാജ്യത്തെക്കുറിച്ചല്ലേ ഇവർ ചോദിക്കുന്നത്. അപ്പം അതിന് മറുപടിയായിട്ട് ദൈവം പറയുന്നതാണ്, സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കണ്ടോ? അതിനുത്തരം, ഇവർ ചോദിച്ചതിന് ഉത്തരം യേശു പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരു മനുഷ്യന് 100 ആടുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ഇനി ഒരു ഉദാഹരണം കൂടെ പറയുക. 100 ആടുണ്ടെങ്കിൽ അവയിൽ 1 തെറ്റി ഒഴിഞ്ഞു പോയാൽ 99 വിട്ടേച്ച് തെറ്റിപ്പോയതിനെ മലകളിൽ ചെന്ന് തിരിയുന്നില്ലയോ? അതിനെ കണ്ടെത്തിയാൽ തെറ്റിപ്പോകാത്ത 99 അധികം അതിനെക്കുറിച്ച് സന്തോഷിക്കുക എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങൾ പറഞ്ഞു. ഒരെണ്ണത്തിനെ കാണാതെ പോയി അതിനെ കണ്ടു കിട്ടിക്കഴിയുമ്പോൾ ആ ഇടയൻ എന്തോ ഒരു സന്തോഷമാണ്. അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല. അപ്പം അവർ ചോദിച്ചതിൻ്റെ ഉത്തരം ഇവിടെ, സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ സ്വർഗത്തിലെ കാര്യങ്ങൾ അതിനനുസരിച്ച് കർത്താപ്പച്ചനാട് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാനം 100 ആടുകളുടെ ഉപമ പറഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം നമുക്കിതിനകത്ത് മനസ്സിലാക്കാൻ, അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല. അതാണ് നമ്മൾ അതിനകത്ത് ഓരോ ഗുണപാഠങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. നിങ്ങളെല്ലാം ആയിരിക്കുന്നിടത്ത് കർത്താവ് പരിപാലിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. നിങ്ങളെല്ലാം ദൈവത്തിൻ്റെ സന്നിധി സമർപ്പിക്കുന്നു. ഇനിയും ദൈവത്തിൻ്റെ സന്നിധി സമർപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു.